ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്റെ മനസ്സിൽ കേറിപ്പറ്റിയാ മാത്രം പോരാ, അവനെ സാരി തുമ്പിൽ കെട്ടിയിടണമായിരുന്നു. അതിനിവള് സാരി അല്ലല്ലോ അമ്മ ഉടുത്തിരുന്നേ. ഒരു കർവാമ്പോത്ത്. എടി, ആ ഒരു ഉദാഹരണം പറഞ്ഞതാണ് മരുമോളെ. ഓ, എന്തിനാ ചെയ്യാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അത് ശരി, ഇപ്പോടെ നിങ്ങളൊക്കെ ആയോ? ഞാനും പ്രിയ അന്യര്, നിങ്ങളെല്ലാരും ഒറ്റക്കെട്ട്. കെടുന്ന പ്രിയേ, അവരെല്ലാരും ഒന്ന്. നമ്മൾ വലിഞ്ഞു കയറി വന്നവര് പുറമ്പോക്കാര്. എന്തിനാ അമ്മ ഞങ്ങൾ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? കണ്ടില്ലേ, ഇപ്പൊ വാദി പ്രതിയായി. ചെയ്ത തെറ്റ് മറച്ചു വെക്കാനായി അവൻ പെട്ടെന്നൊരു യൂണിയൻ ഉണ്ടാക്കി. ക്ഷമിക്ക് വേണമെങ്കിലേ പോട്ടെ. എങ്ങനെ ക്ഷമിക്കാൻ പറ്റും മാഡം? ഇത്തരം മര്യാദയോട് കാണിക്കുന്നവരോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? വല്യമ്മേ, ദാ മന്ത്രിയുടെ മോള് വന്നിട്ടുണ്ട്. മന്ത്രി മകള് ഇവളെന്താ ഓർക്കാപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടത്? അറിയില്ല, വാ അമ്മേ നമുക്ക് നോക്കാം. ഒരു കുടുംബത്തിന്റെ അന്നം മുടക്കുന്ന ഏർപ്പാടല്ലോ ചെയ്തത്. അല്ല, എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം? ഞാനിവിടെ ഒന്ന് അറിയട്ടെ. ഇവിടെ ഒരു പ്രശ്നമില്ല അളിയണ്ടമ്മേ, എല്ലാം പറഞ്ഞു തീർത്തു. അതല്ലല്ലോ, എന്റെ മകന്റെയും പൊന്നും കുടം പോലുള്ള എന്റെ മരുമോളുടെയും മുഖം പഴുതാര കുത്തിവല വീർത്തിരിക്കുന്നു. എന്ത് പറഞ്ഞെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അമ്മേ, പെട്ടെന്നൊരാവശ്യം വന്നപ്പോ രാജുവിന്റെ ബൈക്ക് വാങ്ങി ജേട്ടനൊന്ന് പുറത്തുപോയി. എന്നിട്ട് പുറത്ത് വെച്ച് പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ ചെറുതായിട്ട് ഞാൻ ആ ബൈക്കൊന്ന് വിറ്റ്. അത് സ്വാഭാവികം. സ്വാഭാവികോ? കണ്ടില്ലേ, ചെറുതായിട്ട് ബൈക്ക് വിറ്റുന്ന്. അത് പിന്നെ മനുഷ്യന് ആവശ്യം വന്നാ ബൈക്ക് എന്നല്ല കാറായാലും വിറ്റുപോകും. ജേട്ടൻ വിറ്റെന്ന് പറഞ്ഞ ബൈക്കല്ലേ ഇവിടെ ഇരിക്കുന്നേ? ശരിയാണല്ലോ. ജയം ബൈക്ക് ഏതോ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വിറ്റതാ. ആ വഴി പോയ ഋതിക മോളത് കണ്ടു. മോള് ആ കാശ് കൊടുത്ത് ബൈക്ക് തിരികെ വാങ്ങിച്ചോണ്ട് വന്നു. ഓ, അത് ശരി. അങ്ങനെ രാജുവിന്റെ വീട്ടുകാരുടെ മുൻപില് ഇവളങ്ങ് ത്യാഗി നല്ലവളുമായി. ഋതിക മാഡം ചെയ്തത് വലിയ കാര്യം തന്നെയാ. ഞങ്ങള് മാഡത്തോട് എങ്ങനെ നന്ദി പറയണമെന്ന് ആലോചിക്കുക. നന്ദി മാഡം. എന്താ അങ്ങളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനിങ്ങനെ വലിയ കാര്യമൊന്നും ചെയ്തില്ല. രാജു ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊരു ചെറിയ കാര്യമല്ലേ? മാഡം, എടേ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണം കേട്ടിട്ടില്ലേ? അതായത് ഞാനെന്നാ ഇറങ്ങ്, എനിക്ക് അത്യാവശ്യമുണ്ട്. മോളെ, അങ്ങനെയൊന്നും പോവാൻ പറ്റില്ല. മോൾ അകത്തേക്ക് വാ, കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോ. നീ മാഡത്തെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോ. വാ മോളെ. മാഡം വരൂ. വാ. വിരുന്ന് സൽക്കാരം. ഈ കുടുംബത്തിന് കാശ് കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ഉപകാരം ചെയ്യുന്ന രമ്യ മോള് പുറത്തും. 10 രൂപയ്ക്ക് ഉപകാരമില്ലാത്ത മന്ത്രി മോള് അകത്തും. ഇതിനൊക്കെ എങ്ങനെയാ പ്രതികരിക്കേണ്ടത്? അമ്മ കണ്ടില്ലേ, ഇതുപോലുള്ള എത്ര അവഗണനകളാ ഞാൻ ഇവിടെ കിടന്ന് സഹിക്കുന്നേ. അച്ചി വീട്ടിൽ വന്ന് അടയിരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? വല്യമ്മേ, നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. ഇവളുടെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടേ. അവളെ അവന് വേണ്ടല്ലോ. പിന്നെ മിനുങ്ങി മിനുങ്ങി കൂടുതൽ നമുക്ക് അവസാനിപ്പിക്കണം.
എന്തായാലും അവള് പോട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. കുടിക്കും മോളെ. മന്ത്രിയുടെ മോളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ കയറി ഇറങ്ങിയാലേ ആ രാജുവിന്റെ മനസ്സ് മാത്രമല്ല, ആ വേണുവിന്റെയും രാധയുടെയും മനസ്സ് അങ്ങോട്ട് ചാടും. ഓൾറെഡി അവരെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞ് എന്നാ നിക്കുന്നേ. പക്ഷെ രാജുവിന്റെ മനസ്സ് ഇപ്പോഴും എങ്ങോട്ടാ ചാഞ്ഞിരിക്കുന്നെന്ന് നമുക്കറിയില്ലല്ലോ. അവൻ കയ്യാലെ പുറത്തിരിക്കണ തേങ്ങ പോലെ എങ്ങോട്ടാ മറിയാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഏയ്, രാജു ഒരു കാരണവശാലും അവളെ കല്യാണം കഴിക്കില്ല. അങ്ങനെ അവളോട് രാജുവിന് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതല്ലേ ഇവിടെ, കേട്ടായിരുന്നില്ലേ? വർമ്മ സാറിനോട് രാജുവിന് ബഹുമാനമുണ്ട്. സാറിന്റെ മകളെന്ന നിലയ്ക്ക് അവളോടും ബഹുമാനമുണ്ട്. അത്രേ ഉള്ളൂ. എടി പെണ്ണേ, ഈ ആണുങ്ങളുടെ മനസ്സ് മരക്കുരങ്ങന്മാരെ പോലെയാ. അതിങ്ങനെ മരം ചാടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ആ എന്നിട്ട് എവിടെയെങ്കിലും ഉറച്ച പിടുത്തം കിട്ടുമ്പോ അവിടെ അങ്ങ് തൂങ്ങിക്കിടക്കും. അതമ്മ പറഞ്ഞ ശരിയാ. ആ അമ്മ പറയുന്നതെല്ലാം എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാ. ആ അല്ല, ഇപ്പൊ തന്നെ ആ ബൈക്ക് പ്രശ്നം ഇപ്പൊ ഒരു തരികിട കാണിച്ച് ആ ബൈക്ക് എടുത്തോണ്ട് വന്ന് അവൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. രാജുവിന് അവളോടുള്ള ഇഷ്ടം കൂടുകയല്ലേ ചെയ്തത്. അമ്മ, അതങ്ങനെ സംഭവിച്ചു പോയി. അതിനിങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ജയേട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടോ? കള്ളന് കഞ്ഞി വെച്ച ഭാര്യ എവളാണ് ഭാര്യ. അമ്മേ, ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? രാജു രമ്യയും തമ്മിലുള്ള കല്യാണം ഉടനടി നടക്കണം. ആ അതിനുള്ളൊരു ടോർപ്പിഡോയാ ഇപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. കല്യാണക്കാരൻ പറയുമ്പോ രാജു വഴുതി മാറുക. ആ ഈ ഒരുതരം മീനുണ്ടല്ലോ, ആ വരാല്, അതുപോലെ. അല്ല, നീ പണ്ട് അവനോടൊപ്പം കഞ്ഞിയും കറിയും വെച്ചും മണ്ണപ്പം ചുട്ടും നടന്നവളാണെന്നല്ലേ പറയുന്നത്? ബാല്യകാലം മുതലുള്ള കൂട്ടുകാരല്ലേ? ആ അതെ. എന്നിട്ട് എന്താടി അവനെ പെടുത്താതിരുന്നത്? മനസ്സിലായില്ല. എടി, അവന്റെ മനസ്സിൽ കേറിപ്പറ്റിയാ മാത്രം പോരാ, അവനെ സാരി തുമ്പിൽ കെട്ടിയിടണമായിരുന്നു. അതിനിവള് സാരി അല്ലല്ലോ അമ്മ ഉടുത്തിരുന്നേ. ഒരു കർവാമ്പോത്ത്. എടി, ആ ഒരു ഉദാഹരണം പറഞ്ഞതാണ് മരുമോളെ. ആണുങ്ങളെ വലവീശിയാൽ ആണുങ്ങളൊന്ന് ആറ്റുവാളയാണോ വല വീശി പിടിക്കാൻ? എടാ, ആണുങ്ങളെ പ്രേമിച്ച് കൈവശത്താക്കിയാൽ പിന്നെ പിടിവിടരുത്. ഓ അങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ഒത്തിരി കുരുട്ട് ബുദ്ധി ഉള്ളതല്ലേ? ആ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് ഇവരുടെ കല്യാണം എങ്ങനെ നടത്തിയെടുക്കാൻ പറ്റും?